Welcome to another English class. Today we are going to study new activity. Let us study. Next page number 40 എടുക്കാം. അപ്പോൾ അതിനകത്ത് കാണാം let us study. The story Keep Your Eyes Open begins with the sentence Once upon a time there was a lion. നമ്മൾ കണ്ടു ആ സ്റ്റോറി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പണ്ടൊരിക്കൽ ഒരു സിംഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലേ. ഡിഫറെൻറ്റ് സ്റ്റോറീസ് മേ ഹാവ് എ ഡിഫറെൻറ്റ് ബിഗിനിങ്സ്. അപ്പോൾ വ്യത്യസ്ത സ്റ്റോറികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള തുടക്കമായിരിക്കും ഉണ്ടാവുക. ഹിയർ ആർ എ ഫ്യൂ ബിഗിനിങ്സ് ഓഫ് ദീസ് സ്റ്റോറീസ്. ഇവിടെ കുറച്ച് സ്റ്റോറീസിൻ്റെ കുറച്ച് ബിഗിനിങ്സ് തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. എ ഫ്യൂ ബിഗിനിങ്സ് ഓഫ് ദ സ്റ്റോറീസ്. ഓൺ ദ 20th ഓഫ് മെയ് ഇൻ ദ ഈവനിങ്. മനസ്സിലായല്ലോ, മെയ് 20 വൈകുന്നേരത്തിലാണത് സംഭവിച്ചത്. ഓൺ ദ ഫാർ സൈഡ് ഓഫ് ഗ്രീൻ ട്രീസ്, ആ മരത്തിൻ്റെ അപ്പുറത്ത് എന്തോ സംഭവിച്ചു. വൺ ഫൈൻ ഡേ ലോങ് 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 എഗോ. അപ്പം ഇങ്ങനെയൊക്കെ സ്റ്റോറി നമ്മൾ സാധാരണ വായിക്കാറുണ്ട് അല്ലേ. അതുപോലെ ഇറ്റ് വാസ് എ വെരി ഹോട്ട് ഡേ, നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. ദ വാസ് എ ഡെസേർട്ട് വിൻഡ് ബ്ലോയിങ് ദ നൈറ്റ്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് അന്നത്തെ രാത്രി നല്ല ചൂടുള്ള കാറ്റ് വീശി എന്ന് പറയുന്നത്. അപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാം. ഇതെല്ലാത്തിൻ്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തലക്കെട്ട് അല്ലെങ്കിൽ സ്റ്റോറിയുടെ ബിഗിനിങ് നമുക്ക് സ്റ്റോറിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇനി വിച്ച് ഡു യു തിങ്ക് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ബിഗിനിങ്. ഇതിലേതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ബിഗിനിങ് ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ അതിനൊന്ന് ടിക്കറ്റ് കൊടുക്കുക കേട്ടോ. ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതിന് ടിക്കറ്റ് കൊടുക്കുക. രണ്ടാമത്തെ, റീഡ് എ ഫ്യൂ ഫോക്ക് ടെയിൽ ഫേബിൾസ് ആൻഡ് മേ കളക്ഷൻ ഓഫ് ദി ബിഗിനിങ് ഓഫ് ദ സ്റ്റോറീസ്. കുറച്ച് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും നിങ്ങൾക്ക് ഫോക്ക് ടെയിൽ ആയിട്ടുള്ള ഫേബിൾസ്. ഫോക്ക് ടെയിൽ ഫേബിൾസ് തന്നെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോറീസ് കാണാൻ പറ്റും. അപ്പോൾ ആ സ്റ്റോറീസിൻ്റെ ബിഗിനിങ് എങ്ങനെയാണെന്ന് നോക്കുക, എന്നിട്ട് അതൊന്ന് എഴുതി കൊടുക്കണം. ഇവിടെ തന്നെ എഴുതുക. ഓക്കെ, റൈറ്റ് ബിഗിനിങ്സ് യു ഹാവ് കളക്റ്റഡ് ഓൺ എ ചാർട്ട് ആൻഡ് ഡിസ്പ്ലേ ഇൻ ടു എ ക്ലാസ് റൂം. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമുക്കത് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. ട്രൈ ടു ഫ്യൂ ബിഗിനിങ്സ് ഓഫ് ദ സ്റ്റോറീസ് ആണ്. ട്രൈ ടു റൈറ്റ് എ ഫ്യൂ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റുമോ നോക്കുക. അതിവിടെയും കൊടുക്കാം. ഓക്കെ, ഇനി നൗ ലെറ്റ് us examine the ending of the story. അപ്പോൾ ഇനി എങ്ങനെയാണ് എൻഡിങ്. അപ്പോൾ ബിഗിനിങ് കണ്ടു കഴിഞ്ഞു, ഇനി എൻഡിങ് എങ്ങനെയാണ് നോക്കുക. ക്യാൻ യു തിങ്ക് ഓഫ് എ ഡിഫറെൻറ്റ് എൻഡിങ് ഓഫ് ദ സ്റ്റോറി. ഹിയർ ആർ 2 ഡിഫറെൻറ്റ് എൻഡിങ്സ് ആൻഡ് എ ഫ്യൂ മോർ എൻഡിങ്സ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന സ്പേസിൽ നിങ്ങൾ ബിഗിനിങ് എഴുതണ്ട, എൻഡിങ് എഴുതിച്ചാൽ മതി കേട്ടോ. അത് ആദ്യത്തെ ഒരു എൻഡിങ്, ദ ഫോക്സ് ആൻഡ് ദ അതർ അനിമൽസ് ലിവ്ഡ് ഹാപ്പിലി ഹിയർ ആഫ്റ്റർ. അപ്പോൾ നമ്മുടെ ആ സ്റ്റോറിക്ക് ശേഷം, അതായത് ഇവിടെ കീപ്പ് യുവർ ഐസ് ഓപ്പൺ എന്ന് പറയുന്ന സ്റ്റോറിക്ക് ഒരു എൻഡിങ്, നല്ലൊരു എൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫോക്സും അനിമൽസും വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചു എന്നുള്ളത്. പിന്നെ ദ ലയൺ ഡിഡ് നോട്ട് എവർ പ്ലേ എനി മോർ ട്രിക്ക് ഓൺ അതേഴ്സ്. പിന്നീട് സിംഹം ഒരു ട്രിക്കും അവരോട് കാണിച്ചിട്ടില്ല എന്ന് പറയുന്നത് വേറൊരു എൻഡിങ്ങായി. നമുക്കതല്ലാതെ തന്നെ പറയാം, ഫോർ സേവിങ് അനിമൽസ് ദ അതർ അനിമൽസ് ഈസ് റിവാർഡഡ് ദി ഫോക്സ് അല്ലേ. കാരണം ആ ഫോക്സിനെല്ലാവരും അനുമോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു നമുക്കൊരു എൻഡിങ് കൊടുക്കാം. ഫോർ സേവിങ് ദം ദ അതർ അനിമൽസ് റിവാർഡഡ് ദി ഫോക്സ്. അതല്ലെങ്കിൽ കൊടുക്കാം, ദ ഫോക്സ് സ്റ്റുഡ് ദർ ടോക്കിംഗ് ദ ലയൺ സ്റ്റെൽത്തി കം ഔട്ട് ആൻഡ് കിൽഡ് ഹിം അല്ലേ. അവിടെയും അങ്ങനെ കൊടുക്കുക. മൈൻഡ് യുവർ സെൽഫ് ബിഫോർ യു മൈൻഡ് അതേഴ്സ് ദ ലയൺ ടോൾഡ് ദ സ്റ്റോറി. അപ്പോൾ അങ്ങനെയും പറയാം, കാരണം മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന്. അലോങ് വിത്ത് ദ ഡിഫറെൻറ്റ് ബിഗിനിങ്സ് ഓഫ് ദ സ്റ്റോറീസ് യു ഹാവ് കളക്റ്റഡ് യു മേ കളക്ട് ദ ഫ്യൂ എൻഡിങ് ഓൾസോ. അപ്പോൾ ഇവിടെ ഒരുപാട് ബിഗിനിങ് നമ്മൾ കണ്ടു കഴിഞ്ഞു, അതുപോലെ തന്നെ എൻഡിങ്ങും നമ്മൾ കളക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇവിടെ 2-3 ഞാൻ എഴുതിത്തരാം. ബാക്കിയുള്ളത് നിങ്ങൾ ബിഗിനിങ്ങും എൻഡിങ്ങും ഒരു 3 കൂടി നിങ്ങൾ നെറ്റിൽ നോക്കിയിട്ട് കളക്ട് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി പേജ് നമ്പർ 41 എ സ്റ്റോറി ക്യാൻ ബി ഡെവലപ്ഡ് കളക്റ്റീവ്ലി. അപ്പോൾ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് ഒരു സ്റ്റോറി ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളക്ഷൻസ് തന്നിട്ടുണ്ട്. ലെറ്റ് us പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ആക്ട് ഓഫ് ഡെവലപ്പിംഗ് സ്റ്റോറി ബേസ്ഡ് ഓൺ ദ ആൻസേഴ്സ് ഓഫ് ഫി ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കും ചിലപ്പം, കാരണം ഹിൻസ് മാത്രം തന്നിട്ട് ആ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനും. ഇവിടെ പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്തിട്ട് അതിൻ്റെ സ്റ്റോറി കംപ്ലീറ്റ് ആക്കണം. നിങ്ങൾക്കറിയാവുന്ന ഒരു സ്റ്റോറിയാണിത്. കാരണം ഒരു ജെയിനും അതുപോലെ തന്നെ
ജെയിൻ, അതായത് ഒരു രാജകുമാരി, തീരെ ചിരിക്കാത്തൊരു സന്തോഷിക്കാത്തൊരു രാജകുമാരി ഉണ്ടായിരുന്നു. ആ രാജകുമാരിയെ സന്തോഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ, അതായത് അവളുടെ അച്ഛൻ, അതായത് രാജാവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവസാനം സന്തോഷിക്കുന്നത് ഒരു മങ്കി, മങ്കിയല്ല, ഒരു ബിയറിനെ കണ്ടിട്ടാണ്. ആ ബിയറിൻ്റെ ഓരോ പ്രാങ്കിങ് കണ്ടാണ് അത് സന്തോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റോറി നമുക്ക് നോക്കി നോക്കാം. ദ സ്റ്റോറി ഈസ് എബൌട്ട് എ കിങ് ആൻഡ് എ ക്യൂൻ. വേർ ഡിഡ് ദേ ലിവ്? ഒരു രാജാവിൻ്റെയും രാജ്ഞിയുടെയും കഥയാണ് ഇവിടെ പറയുന്നത്. എവിടെയാണ് അവർ ജീവിക്കുന്നത്? കാസിലുണ്ട്, പാലസ് ഉണ്ട്, അതുപോലെ മെൻഷൻ ആൻഡ് സ്റ്റേറ്റ്ലി ഹോം. അപ്പോൾ നമുക്കറിയാം ഇവിടെ കാസിലാണ് കറക്റ്റ് ആൻസർ. ഈ കറക്റ്റ് ആൻസർ ഇങ്ങനെ കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അതൊക്കെ സെൻറ്റൻസ് ആക്കി ഡെവലപ്പ് ചെയ്തിട്ടാണ് സ്റ്റോറി എഴുതേണ്ടത്. രണ്ടാമത്തേത്, ദ കിങ് ആൻഡ് ദ ക്യൂൻ ഹാഡ് എ ഡോട്ടർ. വാട്ട് വാസ് ഹെർ നെയിം? ആ രാജാവിനും അതുപോലെ തന്നെ രാജ്ഞിക്കും ഒരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേരെന്താണ്? ജെയിൻ എന്നാണ്. ശ്രദ്ധിക്കേണ്ട, അതിപ്പോൾ തന്നെ ഇങ്ങനെ ടിക്കിട്ട് പോവുക. ഹൗ ഡിഡ് ഷീ ലുക്ക് ലൈക്ക്? അവരെങ്ങനെയായിരുന്നു? കാരണം രാജകുമാരികൾ എന്തായാലും ബ്യൂട്ടിഫുൾ ആയിരിക്കുമല്ലോ അല്ലേ? ഷീ ലുക്ക്ഡ് ലൈക്ക് ബ്യൂട്ടിഫുൾ. വാട്ട് വാസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ പ്രിൻസസ്? ആ രാജകുമാരിയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു? അത് സ്വഭാവം എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഷീ വാസ് ഓൾവേസ് സാഡ്. എപ്പോഴും ദുഃഖിതയാണ് എന്നാണ് പറയുന്നത്. ദ ക്യൂൻ ഓഫേർഡ് സംതിങ് ആസ് എ റിവാർഡ്. വാട്ട് വാസ് ഇറ്റ്? അങ്ങനെ ആ രാജകുമാരിയെ ചിരിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു പുരസ്കാരം അല്ലെങ്കിൽ സമ്മാനം കൊടുക്കുമെന്ന് രാജാവ് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. എന്തായിരുന്നു ആ സമ്മാനം എന്നാണ് ചോദിക്കുന്നത്. എന്തായിരുന്നു സമ്മാനം? എ റിങ്, ഒരു മോതിരം ആയിരുന്നു എന്നാണ്. വാട്ട് ഡിഡ് ദി മ്യൂസീഷ്യൻ പ്ലേ ഓൺ? അപ്പോൾ അതുപോലെ അത് ചിരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് കൊട്ടാരത്തിലേക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം വരുന്ന ഒരു മ്യൂസീഷ്യനാണ്. ആ മ്യൂസീഷ്യൻ എന്താണ് വായിക്കുന്നത്? ഒരു ഫ്ലൂട്ടാണ് വായിക്കുന്നത്. രണ്ടാമത്തെ, വാട്ട് ഡിഡ് ദ ഫെയറി ആൻഡ് ദ ജോക്കർ ഡു? പിന്നെ വരുന്ന ഒരു ഫെയറി വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ജോക്കറും വരുന്നുണ്ട്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? ഫെയറി എന്തായിരിക്കും ചെയ്യുക? കാസ്റ്റ് എ മാജിക് സ്പെൽ, എന്തായാലും ഒരു മാജിക്ക് കാണിക്കും. അതുപോലെ ജോക്കർ ടോൾഡ് ജോക്സ്, അല്ലേ? ജോക്കർ തമാശകളൊക്കെ പറയും. എന്നിട്ടും ആ പെൺകുട്ടി ചിരിക്കുന്നില്ല അല്ലെങ്കിൽ സന്തോഷിക്കുന്നില്ല. ദ വാസ് എ യങ് മാൻ ഇൻ ദ സ്റ്റോറി. ഇനി ആ സ്റ്റോറിയിൽ ഒരു യുവാവുണ്ട്. അയാൾ എന്തായിരുന്നു? ടീച്ചർ, മ്യൂസീഷ്യൻ ആൻഡ് എ റെസ്ലർ. ഒരു മ്യൂസീഷ്യൻ ആയിരുന്നു. ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹാഡ് എ പെറ്റ്. പിന്നെ അതുപോലെ തന്നെ ഒരു ബോയിനെ അവിടെ കാണിക്കുന്നുണ്ട് ആ സ്റ്റോറിയിൽ. ആ ബോയ്ക്ക് ഒരു പെറ്റ് ആനിമലും കൂടിയുണ്ട്. വാട്ട് വാസ് ഇറ്റ്? ആ ആനിമൽ ഏതായിരുന്നു? എ ബിയർ, ഒരു കരടിയായിരുന്നു. വാട്ട് ഹാപ്പൻഡ് വെൻ ദ പ്രിൻസസ് സോ ദ പെറ്റ്? ആ പെറ്റിനെ പ്രിൻസസ് കണ്ടപ്പം എന്താണ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഷി വാസ് ഹാപ്പി. കാരണം പ്രിൻസസിൻ്റെ ആ ബെയറിൻ്റെ പ്രാങ്ക്സ്, അതായത് ഒരുപാട് കോമാളിത്തരങ്ങളൊക്കെ കണ്ടിട്ട് രാജകുമാരി ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഹൂ വൺ ദ പ്രൈസ്? ആരാണ് അപ്പോൾ തീർച്ചയായിട്ടും സമ്മാനം നേടിയിട്ടുണ്ടാവുക? ബിയർ, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സംഭവങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇതൊക്കെ കൂടി എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾ എഴുതി വെക്കണം. സ്റ്റോറി ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് സ്റ്റോറി ഡെവലപ്പ് ചെയ്യേണ്ടത്? നൗ റൈറ്റ് ദി സ്റ്റോറി, ഗിവ് ആൻഡ് സൂറ്റബിൾ ടൈറ്റിൽ. നല്ലൊരു ടൈറ്റിലും കൊടുക്കുക. ആൻഡ് ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഈസ് ഗിവൺ. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ കിങ് ആൻഡ് എ ക്യൂൻ. നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ദേ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഡോട്ടർ എന്നടുത്ത സെൻറ്റൻസ് എഴുതി കൊടുക്കുക. ഷി വാസ് ഓൾവേസ് സാഡ് എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നോക്കാം കേട്ടോ. സ്റ്റോറിയുടെ ഒരു ഡെവലപ്മെൻറ്റ് ചെറുതായിട്ടൊന്ന് കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നെറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ സൂപ്പറായിട്ടുള്ള സ്റ്റോറി കാണാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി സ്റ്റോറി എന്താണെന്നുള്ളത് അറിയാത്തവർ. അപ്പോൾ ജെയിൻ ആൻഡ് ബിയർ, അതാണ് നമ്മളെ ഹെഡിങ് കൊടുക്കേണ്ടത്. വൺസ് അപ്പോൺ എ ടൈം ദ വാസ് എ കിങ് ആൻഡ് എ ക്യൂൻ. ദേ ലിവ്ഡ് ഇൻ എ ലവ്ലി ഗോൾഡൻ കാസിൽ. മനസ്സിലായല്ലോ? ദേ ഹാഡ് എ വെരി ബ്യൂട്ടിഫുൾ ഡോട്ടർ നെയ്മഡ് ജെയിൻ. ബട്ട് ജെയിൻ വാസ് ഓൾവേസ് വെരി അൺഹാപ്പി. Nobody knew why she was sad. She never laughed or smiled. Both the king and the queen were quite worried about their daughter. One day, the queen offered a golden ring to the person who could make Jane happy. A musician came and played the flute. A fairy cast a magic spell, and a joker came and cracked jokes, but none of them could make her smile or laugh. As days passed, a young musician came to work at the queen's castle. He was accompanied by a little bear. The bear was extraordinarily brilliant and he captured everyone's heart. One day, while Jane was standing at the balcony of the castle, she happened to see the bear.
She was happy to see the bear's pranks. She started to laugh wholeheartedly. ഹൃദയം തുറന്ന് ചിരിക്കുക എന്നാണ് പറയട്ടോ. The queen was happy to see her daughter laugh. She kept her promise by rewarding the bear with a golden ring. അപ്പോൾ സ്റ്റോറി മനസ്സിലായല്ലോ. ഈ സ്റ്റോറി നമ്മൾ എഴുതി വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റോറി നോക്കാം. Look at the another activity. Activity 5 ആണ്. A story is given in jumbled order. Read the story in correct sequence. കാരണം ക്രമം തെറ്റി കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി കറക്റ്റാക്കി എഴുതണം. അതിൻ്റെ തുടക്കം ഇവിടെ തന്നിട്ടുണ്ട്. Once there lived 3 little pigs. ഒരിക്കൽ 3 പന്നികൾ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞ ആ സ്റ്റോറി നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നന്നായിട്ടറിയാം. അപ്പോൾ ആ സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കുക, ഓരോന്ന് കേട്ടോ. A big bad wolf saw the first and second pigs and decided to make a meal of them. Now the 2 little pigs were terrified and they ran to the third pig house. Even though the pigs tried to hide in their house, the wolf blew down in minutes. The wolf tried to huff and puff off the house down, but he could not, and he died in the attempt. The third pig worked here hard all day and built his house strong with the bricks. The first and second pigs were lazy and they built their house quickly with straw. അപ്പോൾ ഈ 3 പന്നികളുടെ സ്റ്റോറിയാണ്. ദ 2 ലിറ്റിൽ പിഗ്സ് നൗ ഫെൽറ്റ് വെരി സോറി ഫോർ, അതിൻ്റെ മോറലായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ മോറൽ നോക്കുന്നതിന് മുമ്പ് നമുക്കിതിൽ ഏതാണ് കറക്റ്റായിട്ട് ആദ്യം വരുന്ന സെൻറ്റൻസ് അവിടെ നമ്പർ ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, ഇവിടെ 3 പന്നികളുടെ കഥയാണ്. ആ 3 പന്നികൾക്കും വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ കൊടുക്കുകയാണ്, കുറച്ച് ക്യാഷ് എന്തോ കൊടുക്കുകയാണ് അവരുടെ അമ്മ. അങ്ങനെ അവർ ഒഴിഞ്ഞു പോയിട്ട് 3 വീടുണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിഗ്സ് വെർ വെരി ലേസി. ആദ്യത്തെയും രണ്ടാമത്തെയും പിഗ്സ് വളരെ മടിയന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് പണി കഴിയുന്ന രീതിക്കുള്ള വീടാണ് ഉണ്ടാക്കുന്നത്. വിത്ത് സ്ട്രോ എന്ന് പറയുന്നത് വൈക്കോല് കൊണ്ടുള്ള വീടാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലെ തേർഡ് പിഗോ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന പിഗാണ്. അവരുണ്ടാക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ബ്രിക്ക് കൊണ്ടാണ്, കല്ല് കൊണ്ടാണ് വീടുണ്ടാക്കുന്നത്. ഇതാണ് ഇതിലെ ഫസ്റ്റ് വണ്ണ്. ഇതിൽ രണ്ടാമത്തത് വരുന്നത് ഇത്. ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് എന്താ വരുന്നത്? ആ സമയത്താണ് അവരുടെ ഒരു ബാഡ് ചെന്നായ അവരെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരെ വീട്ടിലേക്ക് ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് അവർ ചെല്ലുകയാണ്, ചെന്നായ 3 പിഗിൻ്റെയും അടുത്തേക്ക്. അതാണ് മൂന്നാമത്തെ സെൻറ്റൻസ്. ഇനി നാലാമത്തെ സെൻറ്റൻസ് എന്താണ്? അവരുടെ വീട് കാണുന്നു. ആദ്യത്തെയും രണ്ടാമത്തെയും പിഗ്സിൻ്റെ വീട് കണ്ട ഒരൊറ്റ ഊത്തിന് തന്നെ അവരുടെ വീട് എന്ത് ചെയ്തു? പൊളിഞ്ഞ് തരിപ്പണമായി അല്ലേ, നാലാമത്തെ ഇത്. ഇനി അഞ്ചാമത്തെ ഇവരിനെ 2 ലിറ്റിൽ പിഗ്സ് വേർ ആകെ പേടിച്ച് അവർ മൂന്നാമത്തെ പിഗിൻ്റെ വീട്ടിലേക്ക് ഓടി വരികയാണ്. ഇതാണ് അഞ്ചാമത്തെ സെൻറ്റൻസ് വരുന്നത്. അങ്ങനെ അവിടേക്കും ആരെത്തുന്നുണ്ട്? ആ വൂൾഫ് എത്തുന്നുണ്ട്. പക്ഷേ വൂൾഫിന് ആ വീട് പൊളിക്കാൻ സാധിക്കുന്നില്ല. അവിടെ ആ ഒരു പിഗ് നല്ല ഒരു ട്രിക്ക് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി വൂൾഫിൻ്റെ കഥ അവസാനിക്കുകയാണ്. ഇതാണ് 6 സെൻറ്റൻസുകളുള്ളത്. ഈ സെൻറ്റൻസ് ഇതേ ഓർഡറിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അടയാളപ്പെടുത്തിയാൽ മതി. അതിൻ്റെ ഒരു മോറലായിട്ടുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്, മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ദ 2 ലിറ്റിൽ പിഗ്സ് നൗ ഫെൽറ്റ് സോറി ഫോർ ബീയിങ് സോ ലേസി. കാരണം എൻഡിങ് ആണ് അത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് പുതിയൊരു എൻഡിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞിടത്ത് ഇത് എഴുതി കൊടുക്കാം. ദേ ടു ബിൽഡ് ദെയർ ഹൗസസ് വിത്ത് ബ്രിക്സ് ആൻഡ് ലിവ്ഡ് ഹാപ്പിലി ഹിയർ ആഫ്റ്റർ എവർ ആഫ്റ്റർ. പിന്നീട് അവരും ബ്രിക്സ് കൊണ്ട് വീടുണ്ടാക്കി വളരെ സുഖമായിട്ട് ജീവിച്ചു, സന്തോഷത്തോടു കൂടി പിന്നീടുള്ള കാലം ജീവിച്ചു എന്ന് പറയുന്ന ഒരു എൻഡിങ്. അപ്പോൾ എൻഡിങ് നമുക്ക് പല രീതിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായല്ലോ. അവിടെ എൻഡിങ് അങ്ങനെ കൊടുക്കാം. ഇതാണ് ഈ സെൻറ്റൻസ്. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ഇവിടെയും ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ സ്റ്റോറി ഗിവൺ ബിലോ. ഇവിടെ ഹിൻസ് അല്ല തന്നിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്യാനാണ്. സ്റ്റോറിയുടെ എക്സ്പാൻഷന് തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്യണം. ഈ സ്റ്റോറി നമ്മൾ ചെറിയ ക്ലാസ് മുതൽ കേൾക്കുന്നതാണ്. വൺ മോർണിംഗ് എ ഫോക്സ് വാസ് വാക്കിംഗ് ത്രൂ ദ വുഡ്സ്. ഹി വാസ് ലുക്കിംഗ് ഫോർ സംതിങ് ടേസ്റ്റി ടു ഈറ്റ്. ഒരു ദിവസം ഒരു ഫോക്സ് ഇങ്ങനെ വിശന്ന് വലിഞ്ഞ് കാട്ടിലൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. പെട്ടെന്നാണ് ഹി സ്നോസ് പിക്ക്ഡ് അപ്പ് എ സെൻറ്റ്. നല്ല ഒരു സുഗന്ധം അവൻ്റെ മൂക്കിലേക്ക് വന്നത്. സംതിങ് വെരി സ്വീറ്റ്, നല്ല മധുരമുള്ളതായിട്ടുള്ള എന്തോ ഒരു സാധനത്തിൻ്റെ സുഗന്ധം. ഹീ സ്റ്റുഡ് സ്റ്റിൽ ആൻഡ് സ്നിഫ്ഡ് ദ എയർ. ആ ഫോക്സ്
വായുവിൽ ഇങ്ങനെ മണം പിടിക്കുകയാണ്. ദ ഫോക്സ് ഡിഡ് നോട്ട് ഹാവ് ടു വെയിറ്റ് ലോങ് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. പക്ഷെ എന്താണത് കണ്ടുപിടിക്കാനൊന്നും ഉള്ള ക്ഷമയൊന്നും ഫോക്സിന് ഇല്ലായിരുന്നു. എ ക്രോ വാസ് സിറ്റിംഗ് ഓൺ എ ബ്രാഞ്ച് ഹൈ അപ്പ് ഇൻ എ ട്രീ. അപ്പോഴാണ് ഒരു കാക്ക എന്ത് ചെയ്യുന്നത്, മരത്തിൻ്റെ ഏറ്റവും മുകളിലിരുന്നിട്ട് മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത്. ആൻഡ് ഇറ്റ്സ് ബീക്ക്, അതിൻ്റെ കൊക്കിൽ എന്തുണ്ടായിരുന്നു, ദ വാസ് എ ബിഗ്ഗസ്റ്റ് പീസ് ഓഫ് ചീസ് ഹി ഹാഡ് എവർ സീൻ. അപ്പോൾ ഈ ഫോക്സ് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലുതായിട്ടുള്ള ഒരു നെയ്യപ്പം, അതല്ലേ ചീസ് എന്ന് പറഞ്ഞാൽ നെയ്യപ്പം കേട്ടോ, നെയ്യപ്പം കാക്കയുടെ കൊക്കിലുണ്ടായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാലോ, ആ കാക്കയെ പുകഴ്ത്തി പറഞ്ഞ് ആ നെയ്യപ്പം ആര് തട്ടിയെടുക്കുന്നുണ്ട്, ഫോക്സ് തട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റോറിയുടെ കുറച്ച് ഭാഗമാണ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഭാഗം നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഹി തോട്ട് ഫോർ എവർ ഈ സ്റ്റുഡ് ആൻഡ് സ്റ്റിൽ. ഇവിടെ വെച്ച് crow was sitting on a branch high up in a tree and its beak was the biggest piece of the cheese he had ever seen. അല്ലേ, he thought for a while, soon an idea struck him. അങ്ങനെയാണ് അവനൊരു ഐഡിയ തോന്നുന്നത്. he decided to flatter the crow and thereafter began to praise him. ഫ്ലാറ്റർ ചെയ്യാൻ പുകഴ്ത്തി പറയുക, എന്തൊക്കെയാണോ കാക്കയെക്കുറിച്ച് പുകഴ്ത്തി പറയുന്നത്. ഹീ ടോൾഡ് ദ ക്രൗ യു ആർ സച്ച് എ പ്രെറ്റി ആൻഡ് ക്ലവർ ബേർഡ്. നല്ല ഭംഗിയുള്ള പക്ഷിയാണ്, നല്ല ബുദ്ധിമതിയാണ്. ഇഫ് ഓൺലി യു കുഡ് സിങ് ആസ് ബ്യൂട്ടിഫുൾ. നിനക്ക് മാത്രമേ ഇത്രയും മനോഹരമായിട്ട് പാടാൻ സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറയാണ്. നൗ ദ ക്രോ വാസ് വെരി പ്രൗഡ്. അപ്പോഴേക്കിനും കാക്ക എന്തായി മാറി, അഹങ്കാരിയായി മാറി. ഹി വാണ്ടഡ് ഷോ ദ ഫോക്സ്. അങ്ങനെ ഫോക്സിന് തീരുമാനിക്കുകയാണ്, ഫോക്സ് എന്ത് ചെയ്യാൻ, ഒരു പാട്ട് പാടിക്കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അല്ലേ. അങ്ങനെ ഫെദേഴ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇതാണ് സ്റ്റോറിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള വേർഷൻ. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക, എന്നിട്ട് കൊള്ളുന്ന രീതിക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിക്കുക. ഓക്കെ, യു ആർ ലുക്കിംഗ് മൈറ്റി ഫൈൻ. ഈസ് ദാറ്റ് സംതിങ് ഡിഫറെൻറ്റ് അബൌട്ട് യു? യുവർ ഫെദേഴ്സ് ലുക്ക് സോ ഗ്ലോസി ആൻഡ് ബ്ലാക്ക് ആൻഡ് എന്തൊക്കെ കാരണം, ആൻഡ് your eyes are sparkling like a diamond and finally you are looking so beautiful. ഇതൊക്കെയാണ് കാക്കയെ പുകഴ്ത്തി പറയുന്നത് കേട്ടോ. The crow did not answer with her mouth full of cheese. പക്ഷേ ആൻസർ പറഞ്ഞില്ല കാക്ക ആദ്യം ഇതിനൊന്നും. The fox again said. അപ്പോൾ ഫോക്സ് വീണ്ടും പറയുകയാണ്, if you can sing as good as you look. നിന്നെ കാണാൻ പറ്റുന്നത് പോലെ തന്നെ നിൻ്റെ പാട്ടും നല്ല രസമാണ് കേൾക്കാൻ. then I have to call you the queen of all the birds. നീ ഒരു പാട്ട് പാടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ ഈ പക്ഷികളുടെ രാജ്ഞി എന്ന് വിളിക്കുന്നു. ഫ്ലാറ്റേഡ് ബൈ ഓൾ ദ കോംപ്ലിമെൻറ്റ്സ് ഫ്രം ദ ഫോക്സ്. അപ്പോൾ അങ്ങനെ കുറുക്കലിൽ നിന്ന് കേൾക്കുന്ന എല്ലാ കോംപ്ലിമെൻറ്റ്സിലും അല്ലെങ്കിൽ പുകഴ്ത്തി പറയലും ആര് ഫ്ലാറ്റായി, കാക്ക ഫ്ലാറ്റായി. വാണ്ടഡ് ടു ബി കോൾഡ് ദ ക്യൂൻ ഓഫ് ഓൾ. കാക്ക ആഗ്രഹിക്കുകയാണ് ക്യൂൻ ഓഫ് ഓൾ ബേർഡ്സ് എന്ന് വിളിക്കാൻ. അങ്ങനെ ക്രോ ലിഫ്റ്റഡ് ഹെർ ഹെഡ് ആൻഡ് ബിഗാൻ ടു സിങ്. തല ഉയർത്തി പാട്ട് പാടാൻ തുടങ്ങി. ദാറ്റ് മൊമെൻറ്റ് ഷീ ഓപ്പൺ ഹെർ മൗത്ത്. വായ തുറന്ന ഉടനെ എന്താ സംഭവിച്ചത്? ദ ചീസ് ഫെൽ ഡൗൺ ഇൻ ടു ദ വെയിറ്റിംഗ് മൗത്ത് ഓഫ് ദ ഫോക്സ് ബിലോ. താഴെ വായം പൊളിച്ച് നിൽക്കുന്ന ആ കുറുക്കൻ്റെ വായിലേക്ക് നെയ്യപ്പം നേരെ വീണു അല്ലേ. ദ ഫോക്സ് എയ്റ്റ് ഓൾ ഓഫ് ഇറ്റ് ആൻഡ് സെഡ് ഐ ഗോട്ട് വാട്ട് ഐ വാണ്ടഡ്. എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കിട്ടി, ഇനി നീ പറഞ്ഞിട്ട് കാര്യമില്ല, നീ ഇനി പാടണ്ട. ദ ഫോക്സ് ലുക്ക്ഡ് അപ്പ് ആൻഡ് സാഡ് ക്രോ ഓൺ ദ ട്രീ. എൻ്റെ മരത്തിൻ്റെ മുകളിൽ ദുഃഖിതയായിരിക്കുന്ന കാക്കയോട് പറയാം, ഓ നോ ഐ ഡ്രോപ്പ്ഡ് മൈ ചീസ്, യു ഹാവ് സ്റ്റോളൻ മൈ ചീസ്. ദ ക്രൗ ക്രൈഡ് ലൗഡ്ലി. അപ്പോൾ കാക്ക എന്താ പറഞ്ഞത്? നീ എന്നെ പറ്റിച്ചു, നീ എൻ്റെ നെയ്യപ്പം മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് കരയാണ് ചെയ്യുന്നത്. നോട്ട് അറ്റ് ഓൾ. അപ്പോൾ എന്താ കുറുക്കൻ പറയുന്നത്? ഒരിക്കലുമില്ല. ഇറ്റ് വാസ് എ ട്രാപ്പ് ദാറ്റ് ഐ ക്രിയേറ്റഡ് ബീൻ ക്രോ. വിത്ത് യുവർ ഹെഡ് അപ്പ് ഇൻ ട്രീസ് യു ഗോട്ട് എ കോംപ്ലിമെൻറ്റ്സ് ആൻഡ് ഐ ഗോട്ട് ദ എമ്മി ചീസ്. ഞാൻ എന്നെ പുകഴ്ത്തി പറയുന്നതിൽ നീ വീണു, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ നെയ്യപ്പം കിട്ടി. അതിൻ്റെ മോറൽ എന്താണ്? നെവർ ട്രസ്റ്റ് എ ഫ്ലാറ്റർ കമ്മിങ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്നും കേൾക്കുന്ന മുഖസ്തുതിയിൽ നമ്മൾ ഒരിക്കലും വീഴരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ മുഖസ്തുതിയിൽ വീഴുന്ന ആൾക്കാർക്ക് എപ്പോഴും അപകടം മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ സ്റ്റോറി വളരെ ഷോർട്ടാക്കി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി ആക്ടിവിറ്റി 7 ആണ്. Here are some cartoons. Look at the cartoons, fill in the bubbles and frame a story. ഈ കാർട്ടൂൺസിലെ ബബിൾസ് നമ്മൾ ഫില്ല് ചെയ്യണം, എന്നിട്ടൊരു സ്റ്റോറി ഉണ്ടാക്കണം. ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി ഈസ് ഗിവൺ. എല്ലാത്തിൻ്റെയും സ്റ്റോറിയുടെ ബിഗിനിങ് ഇവിടെ തന്നിട്ടുണ്ട്. ലോങ് എഗോ എ ലയൺ ലിവ്ഡ് ഇൻ എ ഫോറസ്റ്റ്. മനസ്സിലായല്ലോ, പണ്ടൊരിക്കൽ ഒരു സിംഹം ഇവിടെ ജീവിച്ചിരുന്നു. ഇപ്പം നിങ്ങൾക്കൊരു ബിഗിനിങ് കൂടി കിട്ടി. വൺ ഡേ ഹീ ഫെൽറ്റ് ടയർഡ് ആൻഡ് ഫെൽ അസ്ലീപ്പ്. ഒരു ദിവസം ആ സിംഹം വളരെ ക്ഷീണിച്ചങ്ങനെ ഉറങ്ങിയായിരുന്നു. എ മൗസ് കെയിം ദർ ആൻഡ് സ്റ്റാർട്ട് ഡിസ്റ്റർബിങ് ദ ലയൺ. ഈ സ്റ്റോറി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോഴാണ്
ഒരു എലി അവിടേക്ക് വരുന്നതും ആ ലയണെ ഡിസ്റ്റേബ് ചെയ്യുന്നതും കാണുന്നത് അല്ലേ. ഇനി ഇവിടെ എന്തായിരിക്കും, എലീനെ ഇങ്ങോട്ട് പിടിച്ചിട്ടാണ് സിംഹം എന്തായിരിക്കും പറയുന്നുണ്ടാവുക, യു ഫൂൾ, ഐ ആർ യു ഡിസ്റ്റേബിങ് മീ, ഐ ആം ഗോയിങ് ടു കിൽ യു ദ ലിറ്റിൽ ക്രീച്ചർ. അത് നമ്മളിവിടെ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്തായിരിക്കും മൗസ് പറയുന്നുണ്ടാവുക, പാർഡൺ മൈ ഡിയർ മജസ്റ്റി, ഐ വിൽ ഹെൽപ്പ് യു വെൻ യു ആർ ഫ്രീ. നീനെ ഫ്രീ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ സഹായിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ എലി ഓടുകയാണ്, താങ്ക് ഗോഡ് നൗ ഐ ആം എസ്കേപ്ഡ്, ഇപ്പോൾ ഞാൻ എന്തായാലും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിംഹം എന്തായിരിക്കും പറയാം, ഹേ ഡോണ്ട് ഐ ഫോർഗെറ്റ് യുവർ പ്രോമിസ്, ഡോണ്ട് ഫോർഗെറ്റ് യുവർ പ്രോമിസ്, ഒരിക്കലും നിങ്ങളുടെ പ്രോമിസ് മറക്കരുത് എന്ന് പറഞ്ഞ എലിയെ പിന്നെയും പിടികൂടുകയാണ്. ഡേയ്സ് പാസ്ഡ്, അങ്ങനെ ദിവസങ്ങൾ അത് ഡെവലപ്മെൻറ്റ് വരുന്നത് കേട്ടോ. സ്റ്റോറിയിൽ സംതിങ് ഹാപ്പൻ എന്ന് പറയുന്നില്ല, എന്തോ സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളത് അതാണ് ഇവിടെ വരുന്നത് ട്വിസ്റ്റ്. ഡേയ്സ് പാസ്ഡ്, വൺ ഡേ ദ ലയൺ ഫെൽ ഇൻ ടു എ ട്രാപ്പ്, ഒരു ദിവസം ആ സിംഹം ഒരു ട്രാപ്പിൽ, ഒരു കെണിയിൽ പെടുകയാണ്. ഹീ കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ്, സഹായത്തിന് വേണ്ടി അദ്ദേഹം ആ സിംഹം അലറി വിളിക്കുന്നുണ്ട്. ഇനി എന്തായിരിക്കും അവിടെ കൊടുക്കേണ്ടി വരിക, ദ മൗസ് ഹു വാസ് സ്കാമ്പറിങ് എബൌട്ട് ഹേർഡ് ദി ലയൺസ് ക്രൈ, അവിടെ ഇങ്ങനെ മൗസ് ഇങ്ങനെ സ്കാമ്പർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ലയണിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. അപ്പോൾ എലി പറയാണ്, ഡോൺ വറി ലോട്ട്, ഐ വിൽ കട്ട് ദി നെറ്റ് വിത്ത് മൈ ടീത്ത് ആൻഡ് സെറ്റ് യു ഫ്രീ, തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പല്ല് കൊണ്ട് നിങ്ങളുടെ ഈ വല മുറിച്ചെടുക്കാം, എന്നിട്ട് നിങ്ങളെ ഫ്രീ ആക്കാം എന്ന് പറയാണ്. അങ്ങനെ അവസാനം സിംഹം എന്ത് പറയുന്നുണ്ട്, ദ മൗസ് സെറ്റ് ദ ലയൺ ഫ്രീ ബൈ നെയ്വിങ് ദ നെറ്റ് വിത്ത് ഹിസ് ടീത്ത്, ദ ലയൺ വാസ് വെരി താങ്ക്ഫുൾ ടു ദി മൗസ് ആൻഡ് ദ ലയൺ ആൻഡ് മൗസ് ബിക്കെയിം ട്രൂ ഫ്രണ്ട്സ്. പിന്നീട് അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളായിട്ടാണ് ജീവിച്ചത്. ഇതാണ് സ്റ്റോറി. സഹായിച്ചവരെ തിരിച്ച് സഹായിക്കുക എന്ന് പറയുന്ന ഒരു മോറലും കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം. താങ്ക് യു. ഇതിൻ്റെ ആൻസറും കൂടി നിങ്ങൾ എഴുതി വയ്ക്കുക. ഓക്കെ.